താരസംഘടനയായ അമ്മയിലെ അംഗത്വം രാജിവെച്ച് മല്ലിക സുകുമാരൻ. ശ്വേതയ്ക്ക് പിന്തുണ അറിയിച്ചാണ് രാജി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് രാജി പ്രഖ്യാപനം. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുന്നുണ്ട്. റഹീം, എന്താണ് വിവരങ്ങൾ? ഹർഷൻ, അല്പസമയം മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചതേയുള്ളൂ, താരസംഘടന അമ്മയിൽ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മല്ലിക സുകുമാരന്റെ രാജി കൂടി വരുമ്പോൾ അത് വ്യക്തമാക്കുന്നത്. സ്നേഹപൂർവ്വം അമ്മയിൽ നിന്ന് പടിയിറങ്ങുന്നു, സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം ശ്വേതയ്ക്കൊപ്പം എന്നുള്ളതാണ് ഈ മല്ലിക സുകുമാരൻ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കൂടാതെ ചില വിമർശനങ്ങൾ കൂടി ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മല്ലിക സുകുമാരൻ പങ്കുവയ്ക്കുന്നുമുണ്ട്. അമ്മയ്ക്ക് ഒരു സുവർണാവസരം ലഭിച്ചിരുന്നു, പക്ഷേ വളർച്ചയ്ക്ക് പകരം അവർ തിരഞ്ഞെടുത്തത് വിവാദങ്ങളും ഗോസിപ്പുകളുമായിരുന്നു എന്ന് തുടങ്ങുന്ന ഒരു കുറിപ്പ് കൂടി മല്ലിക സുകുമാരൻ ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇന്നലെ മലയാള സിനിമാ താരങ്ങളുടെ ഏറ്റവും വലിയ സംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ചേർന്നു. ആ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയ്ക്ക് നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം ഇന്നലെ ചേർന്ന ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തില്ല. മറിച്ച് യോഗം വ്യക്തിപരമായ തർക്കങ്ങളും ആരോപണങ്ങളുമാണ് ചർച്ച ചെയ്തത്. ഇത് ചർച്ച എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് മല്ലിക സുകുമാരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നത്. അതായത് അംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരാളെ കോർണർ ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് ഇന്നലെ ചേർന്ന അമ്മ ജനറൽ ബോഡി യോഗം പോയത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് താൻ അമ്മയിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നിലവിൽ മല്ലിക സുകുമാരൻ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ താരങ്ങൾ കൂടുതൽ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിലെ കമ്മിറ്റി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ രമേശ് പിഷാരടി കൺവീനറായിട്ടുള്ള അഡ്ഹോ കമ്മിറ്റിക്കാണ് നിലവിൽ അമ്മയുടെ സംഘടനാ ചുമതലയുള്ളത്. അഡ്ഹോ കമ്മിറ്റി നിലവിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് ചർച്ച ചെയ്ത് അത് രമ്യമായി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് സംഘടന അടക്കം വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് അഡ്ഹോ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി 4 മാസങ്ങൾക്ക് ശേഷമാണ് ഒരു അമ്മയുടെ ജനറൽ ബോഡി വരാനിരിക്കുന്നത്. ആ ജനറൽ ബോഡിയിലായിരിക്കും പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ അടക്കം തെരഞ്ഞെടുക്കുക. ഏതായാലും അമ്മയുടെ തർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. ഹർഷൻ, അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത്.